യെസ്, ഒന്ന് കോഴിക്കോട്ടേക്ക് വളരെ വേഗത്തിൽ പോവുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അല്പസമയം മുമ്പ് ഞെട്ടിക്കുന്ന ഒരു ദൃശ്യം പ്രേക്ഷകർക്ക് മുമ്പാകെ ടീം ജനം കാണിച്ചു തന്നിരുന്നു. നവ്യ ഹരിദാസിന്റെ കോഴിക്കോട് നോർത്തിലെ BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചരണത്തിൽ പങ്കെടുത്തു എന്ന തെറ്റുകൊണ്ട് അതിരൂക്ഷമായി തന്നെ ഒരു CPM പ്രവർത്തകൻ ഒരു ഷോപ്പിലേക്ക് കയറി ഒരു യുവതിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരുന്നു. ഇപ്പോൾ ഇതാ ആ യുവതിയുടെ വീട്ടിലേക്ക് നവ്യ ഹരിദാസ് സ്ഥാനാർത്ഥി നേരിട്ട് എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് കാണാം. രമ്യ കൂടി ചേരുന്നുണ്ട്. രമ്യ, പറയൂ. ശ്യാം, ഇന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു നമുക്ക് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നത്. അതായത് നോർത്ത് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിരുന്നു നവ്യ ഹരിദാസിന് വേണ്ടി പ്രചരണം നടത്തിയ യുവതിയായിരുന്നു. ഒരു CPM യുവതിക്ക് നേരെയായിരുന്നു ഇത്തരത്തിലൊരു CPM പ്രവർത്തകന്റെ മർദ്ദനം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ യുവതിയെ നേരിട്ട് വിവരങ്ങൾ ആരായാനാണ് ഇപ്പോൾ നവ്യ ഹരിദാസ് യുവതി ജോലിയെടുക്കുന്ന ഷോപ്പിൽ എത്തിയിട്ടുള്ളത്. ശ്യാം, ഇത്തരത്തിലുണ്ടായിരുന്ന സംഭവമായിരുന്നു ഇന്ന്. എന്താ മാധ്യമങ്ങളോട് മാറി നിൽക്കാൻ പറയുന്നു, അതിന്റെ കാരണം എന്തെങ്കിലും ഉണ്ടോ? ശ്യാം, മാധ്യമങ്ങളോട് താൽക്കാലികമായി മാറി നിൽക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇവർ അതായത് ഈ യുവതിയെ കാണാനാണ് ഇപ്പോൾ നവ്യ ഹരിദാസ് എത്തിയിട്ടുള്ളത്. ഇതുമുമായി എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ മാധ്യമങ്ങളോട് ഒന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി തന്നെ പറഞ്ഞാൽ ഒരു ഇത്തരത്തിൽ മറ്റ് മാധ്യമങ്ങളുടെ ഇടപെടലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ആവശ്യമില്ലാതെ യുവതിക്ക് സ്വകാര്യതയുണ്ട്, അത് മാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മളെ ഉൾപ്പെടെ മാറ്റി നിർത്തിയിട്ടുള്ളത്. യുവതിയുമായി നവ്യ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നായിരുന്നു ഇത്തരത്തിൽ ഈ യുവതി നവ്യ ഹരിദാസിന്റെ പ്രചരണത്തിന് ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു വളരെ വേഗം അറിയേണ്ടതുണ്ട്. കാരണം അത്രയും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ മനസ്സാക്ഷിയും മരവിപ്പിക്കുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങളാണ് നമ്മൾ ജനൻ TV സ്ക്രീനിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണം. നവ്യയുടെ പ്രതികരണം അറിയണം, ഒപ്പം യുവതിയുടെ പ്രതികരണവും നമുക്ക് തീർച്ചയായും അറിയണം.